ഓക്കെ, അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ആയിട്ട് പറഞ്ഞു നിർത്തിയേ. ചെയ്തോ? അത് വർക്ക് ചെയ്തായിരുന്നോ? ഗ്രൂപ്പ് ചെയ്യണേ. എന്തോ അടുത്ത അനിമേഷൻ നോക്കിയാലോ? അപ്പം നമ്മൾ ശരിക്കും റിയാക്റ്റിലേക്ക് പോകുമ്പോഴേ നമ്മൾ റിയാക്റ്റിനകത്ത് അനിമേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് അനിമേഷൻ ലൈബ്രറി എന്ന് പറഞ്ഞ് വേറെ പ്രോഗ്രാംസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? നമ്മൾ അനിമേഷൻ ലൈബ്രറീസ് ഉപയോഗിച്ചിട്ടായിരിക്കും അനിമേറ്റ് ചെയ്യുക റിയാക്റ്റിൽ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് HTML എങ്ങനെ അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അനിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ചലിപ്പിക്കുക എന്നുള്ളതാണ്, ഇല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ പേജ് ലോഡ് ആവുന്ന സമയത്ത്, ഇപ്പൊ പേജ് ലോഡ് ആവുമ്പോൾ നമ്മൾ കാണാറില്ലേ സ്ക്രോൾ ചെയ്യുമ്പോൾ അനിമേഷൻ വരുന്നത്? അവിടെ ജാവാസ്ക്രിപ്റ്റിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, സ്ക്രോൾ ഒക്കെ നമ്മളിപ്പോൾ അനിമേഷൻ വരുന്നപ്പോൾ നമ്മൾ കുറച്ച് ആപ്പിളിന്റെ സൈറ്റിൽ കയറി കാണാൻ നോക്കട്ടെ. ആവശ്യമുള്ളപ്പോ വരത്തില്ല, അല്ലെങ്കിൽ കാണാം. അതെ, അല്ലെങ്കിൽ വീഡിയോ കണ്ടോ? നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് അത് വരുന്നുണ്ടോ? കണ്ടോ? പിന്നെ നമ്മൾ തിരിച്ചു പോയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതവിടെ ഉണ്ടാവും. കണ്ടോ? നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച്, ആദ്യമേ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ ലോഡായി കണ്ടോ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അനിമേഷൻ അല്ല ജാവാസ്ക്രിപ്റ്റ് ചെയ്യണം. ജാവാസ്ക്രിപ്റ്റ് അനിമേഷനോട് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുക. കാര്യം നമ്മൾ ആ സ്ക്രോൾ ചെയ്ത് ആ ഒരു പോയിന്റ് യൂസർ വരുമ്പോൾ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്രോൾ മറ്റേ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ഏത് പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നതൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ അത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുള്ളൂ. അത് നമുക്ക് ചെയ്യാം. ഓക്കെ, നോർമൽ അനിമേഷൻസ് നമ്മുടെ പേജ് ലോഡാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്ക് ആയി തുടങ്ങും. ഓക്കെ ആണല്ലോ? അപ്പൊ അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെയ്യാം, നമുക്ക് ഇവിടെ ബോക്സ് കൊടുക്കാം. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ഓക്കെ, റെഡി വിട്ടു. നമുക്ക് റൺ ചെയ്യാം. നമുക്ക് പേജ് ലോഡാകുമ്പോൾ ഈ ഡിവിനെ ഇവിടുന്ന് പതുക്കെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെക്കണം. എങ്ങനെ ചെയ്യാം? ഇവിടുന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരണം. ട്രാൻസ്ലേറ്റ് കൊടുത്താൽ എങ്ങനെ വർക്കാവും? പേജ് ലോഡാകുമ്പോൾ പതുക്കെ മൂവ് ചെയ്താൽ മതി. ട്രാൻസ്ലേറ്റ് ഓൾറെഡി നമുക്ക് കൊടുക്കാം. ട്രാൻസ്ലേറ്റ് ഇപ്പൊ റൺ ചെയ്യാം. അത് ട്രിഗർ ചെയ്യണമെങ്കിൽ ഹോവർ ചെയ്യേണ്ടി വരും, ഇല്ലേ? ഇപ്പം ഇപ്പൊ ട്രാൻസ്ഫോം കൊടുക്കാം. ട്രാൻസ്ലേറ്റ് എന്തോ അങ്ങനെ നീക്കാൻ പറ്റും, നോക്കാം നമുക്ക്. ഇവിടെ 300 പിക്സല് 0. ഓക്കെ, ഓൾറെഡി അവിടെ ഇരിക്കും. ലോഡ് ആകുമ്പോഴേ അവിടെ തന്നെയാണ് അത് ഇരിക്കുക. നമ്മൾ കൊടുത്തേക്കുന്നതിലേക്കും നീങ്ങിയിരിക്കും. നമ്മുടെ ആവശ്യമല്ല. ആദ്യമേ ഇനിഷ്യൽ പൊസിഷൻ ഇവിടെ തന്നെ ആയിരിക്കണം.
നമ്മുടെ പേജ് ലോഡാകുമ്പോൾ പതുക്കെ മൂവ് ചെയ്ത് പിടിക്കണം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലാണ് നമ്മൾ അനിമേഷൻസ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഓവർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ട്രിഗർ ചെയ്യാം, ഇല്ലേ? അപ്പൊ അതല്ലാതെ ഓട്ടോമാറ്റിക്കലി പേജ് ലോഡാകുമ്പോൾ ഈ അനിമേഷൻ വർക്ക് ചെയ്ത് വരണം. അവിടെയാണ് നമ്മൾ അനിമേഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അതിനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ ആദ്യമേ. നമുക്ക് അനിമേഷൻ യൂസ് ചെയ്യണമെങ്കിൽ അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഏറ്റവും മുകളിൽ വരിക, ആക്റ്റീവ് കീ ഫ്രെയിംസ് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇങ്ങനെ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്, എന്തായിരുന്നു? മീഡിയ ക്വറി, അല്ലേ? ആക്റ്റീവ് മീഡിയ. അത് പറഞ്ഞ പോലെ ഇവിടെ അനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് ആക്റ്റീവ് കീ ഫ്രെയിംസ്. ഏറ്റവും മേളിൽ എഴുതാനും നല്ല കാര്യം. ഏറ്റവും താഴെ നമ്മൾ പേര് ഉപയോഗിക്കുമല്ലോ. ഇപ്പൊ നമ്മൾ ഇതിന്റെ പേരിന് ഉപയോഗിക്കും, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഏറ്റവും മേളിൽ എഴുതുക. ആദ്യം തന്നെ അനിമേഷൻ്റെ എല്ലാം സെറ്റ് ആയിരിക്കാൻ വേണ്ടി. അത് എവിടെയെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഏറ്റവും മുകളിൽ ആദ്യം ലോഡാവും. നമ്മുടെ പേജ് ലോഡാവാനൊക്കെ എളുപ്പമായിരിക്കും. ഇനി ഐഡന്റിഫയർ എന്നുള്ളത് മാറ്റിയിട്ട് ഇഷ്ടമുള്ളത് പേര് കൊടുക്കാം. ഇവിടെ മൈ അനിം പേരെടുത്തു, മൈ അനിം എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ 2 പോയിന്റ്സ് കൊടുക്കാം. ഒന്നാണ് ഫ്രം, ഓക്കെ, ഒന്നാണ് ടു. ഫ്രമും ടു. ഓക്കെ, കോമൺ ഫ്രം കൊടുക്കുക, ടു കൊടുക്കുക. ഇനി ഫ്രമിനകത്ത് ഈ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ ഇത് എവിടെ ഇരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. അപ്പൊ ഞാൻ കൊടുക്കുന്നു അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോം ട്രാൻസ്ലേറ്റ് 00. ഓക്കെ, ടു എന്ന് പറഞ്ഞാൽ അനിമേഷൻ എൻഡ് ചെയ്യുമ്പോൾ ഇത് എവിടെ വന്നിരിക്കണം, അതാണ് ടു. ഓക്കെ, എന്ത് കൊടുക്കാം? പറഞ്ഞിട്ട് ഒരു 500 പിക്സൽ. വൈ ഞാൻ കൊടുക്കുന്നില്ല, എക്സ് ഡയറക്ഷൻ മാത്രം മൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത് കൊടുത്തു. ഞാൻ റിഫ്രഷ് ചെയ്യുന്നു, ഒന്നും സംഭവിച്ചില്ല. എന്റെ കാര്യം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വേണമെന്നിട്ട് അനിമേഷൻ നെയിം കൊടുക്കണം. ഏതാണ് നമ്മൾ ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ ബോക്സിനാണല്ലോ നമ്മൾ അനിമേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആ ബോക്സിന് വന്നിട്ട് എന്ത് ചെയ്യണം? അനിമേഷൻ നെയിം കൊടുക്കുക. എന്ത് കൊടുക്കായിരിക്കും? മൈ അനിം. ഓക്കെ, ആയോ? ഇല്ല. ഇനി അടുത്തൊരു കീവേഡ് കൊടുക്കണം, അതാണ് അനിമേഷൻ ഡ്യൂറേഷൻ. ഓക്കെ, ഇത് നമുക്ക് സെക്കൻഡ് കൊടുക്കാം, MS കൊടുക്കാം. MS മീൻസ് മില്ലി സെക്കൻഡ്. 1000 മില്ലി സെക്കൻഡ് ആണ് സെക്കൻഡ്. ഓക്കെ ആണല്ലോ. നമ്മൾ MS കൊടുക്കുകയാണെങ്കിൽ 3 സെക്കൻഡ് വേണമെങ്കിൽ 3000 MS കൊടുക്കണം. S ആണെങ്കിൽ 3 MS, സോറി 3 S, ഇല്ലേ? ഇവിടെ 3S കൊടുത്തു. ഈ ഡ്യൂറേഷൻ എന്താ വെച്ചാൽ ഈ അനിമേഷൻ സ്റ്റാർട്ട് ആയിട്ട് എൻഡ് ചെയ്യാതിരിക്കുന്ന ടൈം. അതായത് ഇത് 00 തുടങ്ങിയിട്ട് 500 പിക്സലിലേക്ക് വരാൻ വേണ്ടി 3 സെക്കൻഡ് എടുക്കും. നമുക്ക് എന്ത് ചെയ്യാം? എന്തോ ഒരു സാധനം മനസ്സിലാവുന്നുണ്ട്, പേരിന്റെ ആയിരിക്കും. ചില പേര് വർക്കാവില്ല. അല്ല, പേരിന്റെ എന്തോ ബഗ് അടിച്ചതാ. ഈ പേര് വർക്കാവുന്നതാണല്ലോ. അത് നമ്മൾ ചിലപ്പോൾ ലോഡാകത്തന്നെയായിരിക്കും. കാര്യം അനിമേഷൻ എന്നുള്ള പേര് എടുത്താൽ വർക്കാവില്ല, അത് കീ ചെയ്യാം. അതുകൊണ്ട് മെയിനും കൊടുത്താൽ വർക്കാവും. റിഫ്രഷ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? അവിടെ പേരിക്കും. എന്നിട്ട് നമ്മുടെ പേജ് ലോഡായി കണ്ടോ, അവിടെ പോയിരുന്നു. ഇനി അവിടെ തന്നെ ഇരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ പോകരുത്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഫിക്സ് ചെയ്തു. ഇനി എൻഡിങ് പോയിന്റ് തന്നെ ആയിരിക്കണം അതിന്റെ ഒറിജിനൽ പോയിന്റ്. ഓക്കെ, ഇപ്പൊ നോക്കോ, നമ്മുടെ പേജ് ലോഡാകുമ്പോൾ ഈ സാധനം ഇവിടെ ആയിരിക്കും, പിന്നെ അവിടെ ചെയ്യും. എന്താ അതിന്റെ ഒറിജിനൽ പോയിന്റ് അവിടെ. അനിമേഷൻ തീർന്നാലും അത് ഒറിജിനൽ പോയിന്റിലേക്ക് പോകും. അതായത് നോക്കിയോ, ഇപ്പൊ ഇതിന്റെ കാര്യം വെച്ചാലേ ഈ അനിമേറ്റ് ചെയ്യുന്ന ആ ഡ്യൂ ഉണ്ടല്ലോ, ആ ഡ്യൂവിന് ഒരു ഒറിജിനൽ പൊസിഷൻ ഉണ്ട്. ഈ അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് മാറി നമ്മൾ കൊടുത്തേക്കുന്ന പോയിന്റിലേക്ക് പോകും. അനിമേഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് റിഫ്രഷ് ചെയ്തിട്ട് സ്റ്റാർട്ടായി അവിടെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്തപ്പോൾ തിരിച്ചു വന്നത്. അപ്പൊ നമ്മുടെ ആവശ്യം എന്താ? നമ്മുടെ ഇവിടെ തന്നെ നിൽക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് തന്നെ അതിന്റെ ഒറിജിനൽ പൊസിഷനായിട്ട് സെറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ഈ അനിമേഷൻ ഒന്നും കൊടുത്തില്ല, അനിമേഷനെ ഇല്ലെന്ന് വെച്ചാൽ അപ്പൊ അതിന്റെ ഇവിടെയാണ് നിൽക്കാം. ഇതാണ് അതിന്റെ ഒറിജിനൽ പൊസിഷൻ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 00 ആക്കും. അപ്പൊ കുഴപ്പമില്ല, അവിടെ നിന്ന് സ്റ്റാർട്ട് ആയിക്കോളും. സ്റ്റാർട്ട് ആവുന്നത് ഇവിടെ നിന്നായിരിക്കും, ഇല്ലേ? എന്നിട്ട് പയ്യെ അതിന്റെ ഒറിജിനൽ പൊസിഷൻ കണ്ടിട്ട് അവിടെ നിന്ന് സ്റ്റോപ്പ് ആവും. അവിടെ വെച്ച് അനിമേഷൻ തീരും. അനിമേഷൻ തീർന്നാലും അത് എങ്ങോട്ടാ പോകുന്നത്? ഒറിജിനൽ പൊസിഷനിലേക്ക്. അത് തന്നെയാണ് അതിന്റെ ഒറിജിനൽ പൊസിഷൻ. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് അവിടെ നിൽക്കുന്ന പോലെ തോന്നും. കണ്ടോ? ഇത് മാത്രം ഒരുപാട് ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കിയേ.
ഹലോ, പറയടാ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ലിങ്കല്ലേ? ഓക്കെ. നീ വർക്കിലാണോ? എങ്ങനെയുണ്ട് ജോലിയൊക്കെ? എങ്ങനെ വന്നു? സെൽഫ് റീഡിങ് ആയിട്ട് ചെയ്യണം അല്ലേ? അതെങ്ങനെയാണ് നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരുന്നത്. നീ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ വരുമോ? അതോ ഓക്കെ. ഓക്കെ, അപ്പൊ കാണാം. ശരി. ചെയ്തോ? ബാക്കി നോക്കാം. ഈ അനിമേഷനകത്ത് തന്നെ നമുക്ക് വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതാണ് അനിമേഷൻ ഐട്രേഷൻ കൗണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ വാല്യൂ നമുക്ക് നമ്പർ കൊടുക്കാം. 2, 3, 4. ഞാൻ ഇവിടെ 3 കൊടുക്കുന്ന വെച്ചോ. ഇപ്പം സംഭവിക്കാൻ നോക്കാം. മൂന്ന് വട്ടം വർക്കായി. 1, 2, 3. ടൈം കുറച്ച് കുറയ്ക്കും. കണ്ടോ? ഇപ്പൊ നമ്മൾ 10 കൊടുത്താൽ 10 വട്ടം. നമുക്ക് വേണമെങ്കിൽ
ഇൻഫിനിറ്റ് കൊടുക്കാം. ഇൻഫിനിറ്റ്ലി എത്ര ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, എത്ര വട്ടം എന്നില്ല. ഓക്കെ, അതാണ് അനിമേഷൻ ഇറ്ററേഷൻ കൗണ്ട്. ഇനി അടുത്തുണ്ട് അനിമേഷൻ ഡിലേ. അപ്പൊ നമ്മൾ അനിമേഷൻ ഡിലേ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ടൈം കൊടുക്കാം. ഇവിടെ 2s എന്ന് കൊടുത്തു. 2 സെക്കൻഡ്. ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യാം. കണ്ടോ, 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യും, എന്നിട്ടേ ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മനസ്സിലായത്? അപ്പൊ അത് പറഞ്ഞാലേ നോക്കിയേ, ഇനിയുണ്ടോ ഒരെണ്ണം പറഞ്ഞോ. അനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ. ഓക്കെ, വെച്ചാൽ നമ്മുടെ ഈ അനിമേഷൻ വർക്കാവുന്ന നോക്കിയേ, സ്പീഡ് കൊണ്ട് പതുക്കെ പോകുന്ന പോലെ അല്ലേ. നമുക്ക് ഈ അനിമേഷൻ പല രീതി, ഇപ്പം ആദ്യമേ പതുക്കെ തുടങ്ങി സ്പീഡിൽ എൻഡ് ചെയ്യാം, സ്പീഡിൽ തുടങ്ങി പതുക്കെ എൻഡ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനാണ് ഈ കാര്യം ചെയ്യാം. ഈ ടൈമിംഗ് ഫംഗ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി കുറെ ബോക്സ് ഇടാം. ഡിലേ എന്ന കമ്പനിയാണ്. ഓക്കെ, ബോക്സ് ഈ സീൻ പലന്ന് പോകുന്ന നോക്കിയേ. ഒന്നാമത് നോക്കിയേ, ഇങ്ങനെ പോകുന്ന നോക്കിയേ, പതുക്കെ തുടങ്ങിയിട്ട് സ്പീഡിൽ പോകും അല്ലേ. അതാണ് നമ്മൾ ബോക്സ് 1 എടുത്തേക്കുന്നത്. ഈസി, പതുക്കെ തുടങ്ങിയിട്ട് പിന്നെ കറക്റ്റ് സ്പീഡ് പോകും. അടുത്താണ് ഈ സൗട്ട്, സ്പീഡ് തുടങ്ങിയിട്ട് പതുക്കെ പോകും. രണ്ടാമതുണ്ടോ? ഓക്കെ, ഇനി മൂന്നാമത്തെ എങ്ങനെ നോക്കിയേ, പതുക്കെ തുടങ്ങി സ്പീഡ് കൂടി പിന്നെ സ്പീഡ് പറയും. അതാണ് ഈ സീൻ ഔട്ട്. മനസ്സിലായി? ആദ്യം പതുക്കെ തുടങ്ങിയിട്ട് പിന്നെ സ്പീഡ് കൂടി പിന്നെ സ്പീഡ് പറഞ്ഞു. അടുത്താണെന്ത്, ലീനിയർ, ഒരേ സ്പീഡിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ സ്പീഡിൽ പോകും. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അനിമേഷന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, അനിമേഷൻ ടൈമിംഗ് ഫംഗ്ഷൻ. നിങ്ങൾ ഇങ്ങനെ എഴുതണമെന്നില്ല, വേറെ എഴുതി നോക്കിയാൽ മതി. മനസ്സിലായി? ഈ സിന്ന്, ഈ സൗട്ട്, ഈ സിൻ ഔട്ട്, ലീനിയർ. കേരള ഈ സിൻ എന്ന് പറയുമ്പോൾ എന്താ, പതുക്കെ തുടങ്ങി സ്പീഡ് അവസാനിക്കും. അടുത്തത് സ്പീഡ് തുടങ്ങി പതുക്കെ അവസാനിക്കും. അതിനടുത്തത് എന്ത് ചെയ്യും, പതുക്കെ തുടങ്ങി പിന്നെ സ്പീഡ് കൂടി പിന്നെ സ്പീഡ് പറയും. ലീനിയർ ഒരേ സ്പീഡിൽ. ട്രൈ നോക്കി.
നിങ്ങൾ എത്ര മണിയാകുമ്പോഴാ പോയെ? 7 മണി. അപ്പൊ ഫുഡൊക്കെ എങ്ങനെ കഴിയും? കൊണ്ടുവരുമോ? ക്യാൻറ്റീനിൽ പോയി കഴിക്കും. ആ. ഏത്? എവിടെ? ആ എടച്ചന പോകുന്ന കേട്ടോ. ഇവിടെ നാത്തോട്ട് പോന്ന. അവിടെ എവിടാ? അത് കുറെ പോണ്ടേ? അവിടെ റേറ്റ് കുറവാണോ? നല്ല ഫുഡാണ്. എന്ത് ഊണാണോ കഴിക്കുന്നത്? ഊണാണോ കഴിക്കുന്നത്?
എന്തോ എന്തുവാ ആ നേരത്തെ പോണല്ലേ? എത്ര മണി വരെ ഉണ്ടത്? നീ എപ്പോഴാ പോയത്? മൂന്നാമത്തെ ഡോക്ടറാണ്. ഇപ്പോ ഇത് അത് ചെടിയോട് ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തു. നമുക്ക് ഒന്നി കൂടുതൽ മറ്റേ ആനിമേഷൻ കൊടുത്താൽ ഇതുണ്ടോ? കളറോട് മാറുന്നുണ്ടോ? കേട്ടത് ഞാൻ 2-ല് ബാക്ക്ഗ്രൗണ്ട് കളർ ഓറഞ്ചിന് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും? റെഡിൽ നിന്ന് ഓറഞ്ചിലേക്ക് കൂടെ മാറും. അപ്പം നോക്ക്. ട്രാൻസ്ലേറ്റ് മാറണം, റൊട്ടേറ്റ് മാറണം. രണ്ടുകൂടെ സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. ടോപ്പിലെ ബോക്സിന് അപ്പൊ നീ ഓരോ ഡിഫറെന്റ് അനിമേഷൻ വേണ്ടി വരും. അല്ല ബോക്സിന് അല്ല അങ്ങനല്ല, ബോക്സിന് 2 അനിമേഷൻ അല്ല, നീ ബോക്സ് 1 അനിമേഷൻ.
കോൺസ് ഒബ്ജക്ട്സ് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ റിയാക്ടിന്റെ ഏതാടാ ആ താഴത്തെ മറ്റേ ബാർ? അത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആടേണ്ടി വരും. കാര്യം ഇങ്ങനെ പുറത്തുനിന്ന് വരണ്ടേ. നമുക്ക് ചെയ്യാതെ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. അത് ജാവാസ്ക്രിപ്റ്റും പ്രോഗ്രാമിംഗ് കൂടെ ചേർത്തിട്ട് ഒരു അറയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാതെ പറയുന്നത് അല്ലിക്കട്ടെ. അതാ ഇത് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് ഓരോന്നിനും ഇട്ട് ചെയ്യേണ്ടി വരും. ഇത് പക്ഷെ അതെല്ലാം നമുക്ക് എളുപ്പം ചെയ്യാം ജാവാസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ. നീ ചെയ്തോ? ഇപ്പൊ നമുക്ക് ഇത് നോക്കിക്കോ. ഇതോടെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ നമുക്ക് ആ 2 പോയിന്റേ ഉള്ളൂ, ഫ്രമും ടൂവും അല്ലേ? സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്ക് എത്ര പോയിന്റ്സ് വേണമെങ്കിലും കൊടുക്കാം. ആദ്യം എടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് വേറെ അടുത്തോട്ട് പോയി, അവിടുന്ന് വേറെ അടുത്തോട്ട് പോയി. ഇങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിലേ നമുക്ക് ഇവിടെ ഫ്രമും ടൂ മാത്രം പോരാ. ഇത് സ്റ്റാർട്ടിങ്, ഇത് എൻഡിങ്. നമുക്ക് ഈ ഫ്രമും ടൂവിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. പെർസെൻറ്റേജ് കൊടുക്കാം. അതായത് നമ്മുടെ ടോട്ടൽ ടൈമിന്റെ പെർസെൻറ്റേജ് ആണിത്. അത് ടോട്ടൽ ടൈം 10 സെക്കൻഡ് ആണെങ്കിൽ അതിന്റെ 0%, എന്ന് വെച്ചാൽ എന്താ, 0 സ്റ്റാർട്ടിങ് 0 സെക്കൻഡിൽ ഇതായിരിക്കും സംഭവിക്കുക. 20% എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ആകുമ്പോൾ ഇതിലേക്ക് മാറും. പിന്നെ 40 സെക്കൻഡ് ആകുമ്പോൾ അടുത്തതിലേക്ക് മാറും. അങ്ങനെ അങ്ങനെ അങ്ങനെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയാം. എന്തോ മാറ്റിയാൽ മനസ്സിലാക്കാം. %% എന്ന് പറയുമ്പോൾ എൻഡ് എത്ര വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് 1%, 1.5%, 2, 3 ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇതുകൊണ്ടല്ലേ അതെ. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. കണ്ടോ, നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് മാറും.
കണ്ടോ? ഇപ്പൊ ഇങ്ങനെ എല്ലാം കൊടുക്കാം. അത് നോക്കിയത് ഒരു കാര്യം പറയാവേ. ഞാൻ എന്തേ ഇത് കണ്ടോ, ഇവിടെ ഞാൻ ഓറഞ്ച് കൊടുത്തിട്ടില്ലെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഈ 0 നിന്നാണെല്ലാം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഞാൻ 40% ഞാനിവിടെ ഗ്രീൻ നിർത്തുന്നുണ്ട്. 0 ഗ്രീൻ ആവാൻ സ്റ്റാർട്ട് ചെയ്യും. പതുക്കെ പതുക്കെ മാറി 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 0 മാറി 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 40 ആകുമ്പോൾ ഗ്രീൻ ആവും. ഞാനിവിടെ ഓറഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാല് 0 20 വരെ ഓറഞ്ച് ആവാൻ ശ്രമിക്കും. റെഡിന്ന് ഓറഞ്ച്. അപ്പൊ ആ ഗ്രീനിന്റെ ഒന്നും വരില്ല. എന്നിട്ട് എന്ത് ചെയ്യും? 20 കഴിഞ്ഞിട്ടാണ് പിന്നെ ഗ്രീൻ ആവുന്ന. മനസ്സിലായോ? അങ്ങനെയാണ് വർക്ക് ചെയ്യാം. അങ്ങനെ തന്നെ നമ്മളൊരു പോയിന്റ് കൊടുത്താൽ ആദ്യമേ 0 ആ പോയിന്റ് വരെ ആവാൻ ശ്രമിക്കും, എന്നിട്ട് ബാക്കി വർക്കാവുള്ളൂ. അതല്ല നമ്മളിവിടെ ആ ഒരു കളർ കൊടുക്കാതെ ഇവിടെ കളർ കൊടുത്താൽ ഈ 0 ഈ ഓറഞ്ച് ഗ്രീൻ ആവാൻ ശ്രമിക്കും. അല്ല, റെഡ് തന്നെ. അതാ റെഡ് ഉണ്ടാ. 20% ഏത് കൊടുക്കാന്ന് പറഞ്ഞാൽ വൈറ്റ് കൊടുത്താൽ എന്ത് ചെയ്യും? 0 20% ആകുമ്പോഴത്തേക്കും അത് വൈറ്റ് ആയിപ്പോത്തില്ലേ? അപ്പൊ നമുക്ക് ആ റെഡ് തന്നെ മതി എന്ന് വെച്ചോ. അപ്പൊ എനിക്ക് 20% വരെ റെഡ് തന്നെ മതി. റെഡ് തന്നെ മതി. അപ്പൊ നമ്മൾ ഇവിടെ റെഡ് കൊടുക്കണം.
ശരിയോ? നിങ്ങളൊന്നും ചെയ്തേ ദേ ഒരു ബോക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് ഇങ്ങോട്ട് മൂവ് ചെയ്യണം, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് ഇവിടെ വരണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് താഴേക്ക് മൂവ് ചെയ്യണം, ഇവിടെ വരണം. ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇവിടെ വരണം. പിന്നെ അവിടെ തിരിച്ച് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരണം. ഇങ്ങനെ മൂവ് ചെയ്യണം. ശരി.
ചെയ്തോ? നമുക്കൊരു ഇൻസ്റ്റൻസിൽ തന്നെ കാണാൻ ബ്ലാക്ക് മാറ്റി 25% കളർ മാറണോ? രാജില് ചേഞ്ച് ആവും. അങ്ങനെയാണെങ്കിൽ ഈ അനിമേഷൻ ചെയ്യാൻ പറ്റില്ല. %25 എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡിന്റെ? മനസ്സിലായി. അത് നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി ചെയ്യാൻ പറ്റും. അതല്ല എങ്ങനെ ചെയ്യുന്ന ആലോചിക്കട്ടെ. ഇങ്ങനെ ചെയ്യാം. 90% ആയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ തന്നെ വന്നത് അത് വേറെ റെഡ് ആണ്. ഇതിപ്പോ ഇതൊരു എന്താ ഒരു ട്രിക്ക് പോലെ. പക്ഷെ നമ്മള് ശരിക്കും ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിൽ ചെയ്യാം. അല്ലാതെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ശരിക്കും നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാമിൽ അതല്ലാതെ ഇതിനകത്ത് ഓപ്ഷൻ ഇല്ലടാ. നിങ്ങൾ ഇതുവരെ പഠിച്ചൊക്കെ നോക്കിയേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനിമേഷൻ ഇത്ര ഉള്ളതെന്ന് വെച്ചാലേ ശരിക്കും ഇത് വെച്ച് നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം. ഈ പഠിച്ച സാധനം വെച്ച് നിനക്ക് ഇപ്പൊ നിന്റെ മനസ്സിൽ എന്താ ഐഡിയ ഉണ്ടോ നിനക്ക് അതൊക്കെ ചെയ്യാലോ, ഇല്ലേ? അത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ശരിക്കും റിയാക്ടിനകത്ത് അനിമേഷൻ ആഡ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. അത് നമുക്ക് വേറെ സെപ്പറേറ്റ് പാക്കേജ് ഉണ്ട്. നമ്മൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും അനിമേഷൻ ആഡ് ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ട്. നമ്മൾ അത് വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ചുമ്മാ കമാൻഡ്സ് കൊടുത്താൽ മതി, നമ്മളായിട്ട് ചെയ്യണ്ട. ഇപ്പൊ നിനക്ക് ഇപ്പൊ അനിമേഷൻ എന്ത് വേണമെങ്കിലും ഇപ്പൊ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഫ്രം ടു ഒക്കെ വെച്ചിട്ട് റിയൽ എളുപ്പം അതാ ടൈം പഠിപ്പിച്ചു തരാം. ബ്ലർ ആവണമെങ്കിലോ? ഒപ്പാസിറ്റിയുടെ കാര്യം ആണോ നീ ചോദിച്ചത്? ബ്ലർ ആണോ? ഇപ്പൊ നോക്കട്ടെ. മങ്ങിപ്പോ വെച്ച് കഴിഞ്ഞാൽ ഒപ്പാസിറ്റി ചിലപ്പോ കാണില്ല. ഇതാണോ വിഷയം? ഓക്കെ, ഒപ്പാസിറ്റി
അതിന്റെ മാക്സിമം വാല്യൂ 1 ക്ലിയർ ആയിട്ട് കാണാം. അപ്പൊ 20% ആകുമ്പോ തിരിച്ചു പോകില്ലേ? ആ. ഇവിടെ വരെ ഉള്ളൂ, പിന്നെ പതുക്കെ പതുക്കെ തിരിച്ചു. ഏതാ? ഇല്ല പെർസെന്റേജ്, ടോട്ടൽ ഡ്യൂറേഷന്റെ പെർസെന്റേജ് എന്നാണ് വിഷയം. നോക്കി ബാക്കി നോക്കിയേ പഠിച്ചൊക്കെ. നോക്കിയോ എന്തായിരുന്നു ലേഔട്ട്? ആ ചെയ്യുന്ന വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഞാൻ ഒരു പേജ് കാണിച്ചു തരാം. ലേഔട്ട് പേജോ? ആണല്ലേ? ആ ഞാൻ പറഞ്ഞ ചെയ്തല്ലോ. ആ പേജ് മടി അതാ. ഇത് ചെയ്യണോ? അല്ലല്ല എന്റെ കാര്യം പറഞ്ഞേ, ഞാൻ എന്റെ കാര്യം പറഞ്ഞ ഇത് ഇതോ. ഇത് സിമ്പിളാടാ, ഇതിനകത്ത് പാട്. ഒരു മിനിറ്റ് ഒന്നും പോരാ, ഇത് ചെയ്യാൻ എളുപ്പമാ. ഞാൻ പറയാം, എനിക്ക് ഇതാണോ വേണ്ടേ? ഓക്കെ നോക്കോ, ഇത് കണ്ടോ, ഇതൊരു ഡിവാ. ഡിവ്, ആ ഡിവിനകത്ത് ഒരു H1 ടാഗ്, ഒരു P ടാഗ്. ഓക്കെ, നീ H1 ടാഗ് P ടാഗ് എടുപ്പോൾ ഇവിടെ വരും. അപ്പൊ നിനക്ക് ഇതിങ്ങനെ കറക്റ്റ് ചെയ്യും. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യാം. പക്ഷെ വേറെ കാര്യമുണ്ട്, അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വിട്ട് കൊടുക്കാം. ഇത്രയും മതി, ഇത് ക്രിയേറ്റ് യൂസർ ഇന്റർഫേസ് വരെ മതി ഇതിനകത്ത്, അല്ലേ? ബാക്കി താഴോട്ട് വരണം. ഞാൻ ഇത് ചെയ്യാം. നീ പറഞ്ഞതും കറക്റ്റ് ആണ്, അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ വിട്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം ബാക്കി കട്ടായിട്ട് താഴട്ടാ. എളുപ്പമായിട്ടൊന്നുമല്ലടാ, ആ രീതി എളുപ്പമാണ്, ഈ രീതി എളുപ്പമാണ്. ഇവിടെ പിന്നെ വേറെ ഉണ്ട്, കട്ടായിട്ട് ബാക്കി താഴേക്ക് വരുന്നുണ്ട്. കണ്ടോ, ഫ്രം കമ്പൗണ്ട്സ് താഴെ. നമുക്ക് അത് കറക്റ്റ് ചെയ്യാം. ഇപ്പം ചെയ്യാം. 29 അല്ലേ ടാസ്ക് അല്ലേ? ഒന്നില്ലേ? കണ്ടെയ്നർ
ഈ സാധനമല്ലേ അത്? കുറച്ചാൽ മതി. ഈ കേസ് നോക്കിയോ, നമുക്ക് അതിനകത്ത് HN ഉണ്ട്. ക്രിയേറ്റ് യൂസർ ഇന്റർഫേസ് അല്ലേ? കൊണ്ടുകൊടുക്കാം. ഇല്ല 50. അത്ര വേണ്ട. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സെന്റർ കൊണ്ടുവരണം ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ടെക്സ്റ്റ് അലൈൻ സെന്റർ കൊടുക്കാം. സെന്ററായി. പക്ഷെ നമുക്ക് എന്താ വേണ്ടേ? ടോപ്പിൽ നിന്ന് കുറച്ച് വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മാർജിൻ ടോപ്പ് കൊടുക്കാം. ഓക്കെ, മൊത്തം അപ്പൊ ഒരു കണ്ടന്റ് കിടക്കുകയാണെങ്കിൽ അത് മൊത്തത്തിലാവും. പാഡിങ് കൊടുക്കാം. ശരിക്കും പാഡിങ് കൊടുക്കുമ്പോൾ നമുക്ക് പേരന്റ് കൊടുത്താൽ മതി. ഈ ഡിസൈൻ ആണെങ്കിൽ ഓക്കെ, പേരന്റ് പാഡിങ് കൊടുത്താൽ മതി. കാരണം താഴെയും പാഡിങ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു സ്പേസ് വരണം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ കൊടുക്കുന്നു കാണാൻ വേണ്ടി. ഇത്രയും ഉണ്ട് ഈ സാധനം ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം? അതിന് വിട്ട് കൊടുത്ത് ചെറുതാക്കാം. അപ്പൊ ആ സൈറ്റിൽ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ആ രീതിക്ക് കൊണ്ടുവരണം. അതെല്ലാം ചെയ്യാൻ പറ്റില്ല. ഇല്ല, യൂസർ ഇന്റർഫേസ് വരെ അവിടെ വരണം. ഒന്നില്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിനെ സെന്റർ ആക്കാം. അതല്ലേ? അപ്പൊ ടെക്സ്റ്റ് ലൈൻ കൊടുത്തോണ്ട് ഇതേ നോക്കി ഈ ഒരു അലൈൻമെന്റും കിട്ടി. ഇത് സെന്ററായി കണ്ടോ? അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ആ ടെക്സ്റ്റ് ലൈൻ കൊടുത്തപ്പോഴത്തേക്ക് അത് കറക്റ്റായി. ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ അത് ഇട്ട് സെയിം പരിപാടി ഇതിനും അല്ലേ? മൂന്നാമത് എന്ത് ചെയ്യാ? ഒരു ഡിവ് ഇടുക. ഒരു ഡിവിനകത്ത് 2 ഡിവ്. ഓക്കെ ആണല്ലോ? ഒരു ഡിവിനകത്ത് എന്ത് ചെയ്യാ? ഡിവ് ഇഷ്ടം പോലെ ഇട്ട് വരും എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഇടുകയും ചെയ്യരുത്. അത് ഞാൻ പറഞ്ഞേ. നമുക്ക് ഡിവ് ഇടാം. ഇപ്പൊ ഈ കേസ് ആണെങ്കിൽ നമുക്ക് ഇത് മനസ്സിലായല്ലോ? ഇതും അങ്ങനെ ചെയ്യും. ഇവിടെ ഒരു ഡിവ്, അതിനകത്ത് 2 ഡിവ്. ഇനി ഈ ഡിവിനകത്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇത് വേറെ ഡിവാ. ഇത് മാത്രം എന്തോ HN ഇട്ടാലും മതി. HN ഇടാം, ഡിവ് ഇടാം. ഒന്നെങ്കിൽ HN ഇടാം, ഡിവ് ഇടാം, പി ടാഗ് ഇടാം, ഏ ടാഗ് കൊണ്ടുവിടാം. ഓക്കെ, എന്നിട്ട് അടുത്ത ഈ ഡിവിനകത്താണ് ഇത് ഫുള്ള് വരിക. കണ്ടോ? ഇതിപ്പോ ഇമേജ് ഇട്ടാൽ മതി. ഇതൊരു സ്പേസ് കൊടുത്ത് ചെയ്തേക്കുക. നമുക്ക് അത് ഇമേജ് ആയിട്ട് ഇട്ടാൽ മതി. പിന്നെ അത് തന്നെ ഈ സെയിം സാധനം ഇത് നമുക്ക് ഇമേജ് ഇട്ടാൽ പറയാം. ഇത്രേ ഉള്ളൂ. പിന്നെ ഇതെന്താ? ഇത് സെയിം പേന ആ കമ്പൗണ്ട് ചെയ്ത പോലെ തന്നെ. ചിലപ്പം ഇവിടെ ഒന്ന് ഇതൊരു HN ടാഗ്, ഇതൊരു പി ടാഗ്, ഇതൊരു പി ടാഗ്, ഒരു ഡിവ്, പിന്നെ അതിനകത്തുള്ള പണി. അപ്പം നമ്മൾ ഡിവ് എവിടെ കൊടുക്കണമെന്ന് വെച്ചാൽ ഒന്ന് ഈ ഫ്ലെക്സ് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ 2 സാധനം വേണം. ഇത് വേറെ എലമെന്റ്, ഇത് വേറെ എലമെന്റ്. ഒന്നെങ്കിൽ ഡിവ് ആക്കാം, HN ആക്കാം, പി ആക്കാം. HN ആക്കിയ സൈസ് പറയണം. പി ആക്കിയ കുഴപ്പമില്ല അല്ലേ? പി ആക്കിയ കുഴപ്പമില്ല. പി ഇട്ടാലും മതി. പി ഇടുക. പിന്നെ ഇവിടെ എന്ത് ചെയ്യുക? അടുത്ത ഡിവ്. ഞാൻ ഈ ഡിവ് മാക്സിമം കുറക്കണം എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളിടത്തിലേ ഉണ്ടേ. ഡിവ് ആവശ്യമുള്ളിടത്തിലാണ്. വെറുതെ ഇടുന്ന ഉദ്ദേശിച്ചത്. ചുമ്മാ ഇപ്പൊ ഒരു ഒരു ഇമേജ് ടാഗ് കൊടുക്കണം, അല്ലെങ്കിൽ HN ടാഗ് കൊടുക്കണം. നമുക്ക് HN ടാഗ് കൊടുത്താൽ മതി. ചിലർ ഇങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട്. ഇപ്പം ഒരു ഹെഡിങ് പറഞ്ഞിട്ട് ഡിവ് ഇട്ടിട്ട് അതിനകത്ത് HN ടാഗ് ഇടും. ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇടുന്ന ഉദ്ദേശിച്ചത്. അതല്ല, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഡിവിന്റെ ആവശ്യമുണ്ട്. ഡിവ് ഇടണം. ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല.
മനസ്സിലായോ? ചുമ്മാ ഡിപെൻഡ് ആവശ്യമില്ല, നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള സ്ഥലം നിങ്ങൾക്ക് നോക്കുക. അത് കുറെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നിനക്കൊരു ഡൗട്ട് ഉണ്ടല്ലോ, ആ ഡൗട്ടിന്റെ കാര്യം വെച്ചാൽ ഇപ്പൊ നീ ഇപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടാ കുറെ. നമുക്കിപ്പം നീ വിചാരിക്കുന്ന പോലെ നമുക്ക് 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല, ഇല്ലേ? ഇപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പൊ നാളെ നീ വേറെ ചെയ്യുമ്പോൾ നിനക്ക് ഡൗട്ട് വരും. പതുക്കെ പതുക്കെ നീ ചെയ്താണ് നീ ഓക്കെ നിനക്ക് നീ ഒരു ഇതിലേക്ക് എത്തുക. ഇപ്പൊ നീ ചെയ്യുമ്പോൾ നീ ഇപ്പൊ നീ ഡെവലപ്പ് പഠിക്കുകയാണ്. അപ്പൊ പഠിക്കുമ്പോൾ നീ ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നീ 100% ഇതാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കരുത്. നീ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ കിട്ടി, ഇനി നീ എന്ത് ചെയ്യുക, ഇതിനകത്ത് എന്തൊക്കെ കുറയ്ക്കാൻ ആലോചിക്കുക. മനസ്സിലായോ? അങ്ങനെ കുറച്ചുണ്ടാവും. പിന്നെ ഒരു കാര്യമുള്ള വെച്ചാൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സാധനം ചെയ്യാം. ഈ സൈറ്റ് ആണെങ്കിലും ആദ്യം ഈ ബാർ ചെയ്യാം. ഈ ബാർ ഫുള്ള് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്തേക്ക് പോകുള്ളൂ. എല്ലാം കൂടി ചെയ്ത് വെച്ചാൽ പിന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകും. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയി ഓക്കെ, എന്നിട്ട് നോക്കാം ഇതിനകത്ത് ഇനി എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ, കറക്റ്റ് ആണോ പാഡിങ്, ഇതെല്ലാം നോക്കിയിട്ട് ഓക്കെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയെന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ അടുത്തേക്ക് പോകാം. അപ്പൊ എളുപ്പം ഉണ്ടാവും. ആ ആ ഏത് അതന്നെ, അത് മാറ്റിക്കൊണ്ടിരിക്കുക. അതായത് ഇപ്പൊ ആദ്യം ഇത് ഫുള്ള് ബിൽഡ് ചെയ്യാം, എന്നിട്ട് നോക്കാം ഓക്കെ ഇതിനകത്ത് എന്തൊക്കെ അനാവശ്യമായിട്ട് വന്നു. കുറെ ചെയ്തു പിന്നെ അത് വരത്തില്ല, നമ്മൾ ചെയ്തങ്ങ് ശീലമാവും. പിന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നോക്കുക. ഇപ്പൊ ഇതായാലും അടുത്തത് ഈ ബാർ, ഈ ഹോവർ ചെയ്യുമ്പോൾ താഴേക്ക് വരുന്നുണ്ടോ, അതൊക്കെ നമ്മൾ ജാസ്ക്രിപ്റ്റാ. നമ്മൾ ജാസ്ക്രിപ്റ്റിൽ എന്റെ സ്റ്റൈൽ മാറ്റാൻ ആണ് അതൊക്കെ ചെയ്യാം. ഒരു സെക്കൻഡേ. പിന്നെ അടുത്തത് ഈ ബാർ, പിന്നെ ഇത് അങ്ങനെ 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 ആണല്ലോ. പിന്നെ ഇവിടെ ഒരു വീഡിയോ വരുന്നുണ്ടോ, അത് വീഡിയോ ടാഗാം. നമുക്ക് ഓഡിയോ ടാഗ് ഉണ്ട്, വീഡിയോ ടാഗ് ഉണ്ട്. വീഡിയോ ടാഗ് ഉണ്ട്. SRCയിൽ നമ്മളൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്താൽ ആ വീഡിയോയുടെ പ്ലേ ആവും. നിങ്ങളൊരു വീഡിയോ എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ എടുത്തേ, ഞാൻ നോക്കട്ടെ. ഓൺലൈൻ തപ്പിയാൽ മതി. ആ ഒരു വീഡിയോ എടുത്തോ. അപ്പോൾ ഒരു ഇടുന്ന വീഡിയോ നമുക്ക് ചെയ്യാമല്ലോ. ലിങ്ക് ഇടുന്ന നമുക്ക് വേറെ ടാഗ് വെച്ചും ചെയ്യാം. ഞാൻ നോക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പൊ എന്താ അല്ലെങ്കിൽ അല്ല, നിങ്ങൾ സ്മോൾ വീഡിയോ സെർച്ച് ചെയ്ത് നോക്ക് യൂട്യൂബിലല്ല ഗൂഗിളില്. അത്രയൊക്കെ ഉള്ള ഡൗൺലോഡ് കിട്ടോ, ഇമേജ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ. എടുത്തിട്ടോ നീ കേട്ടോ. ഇതുപോലത്തെ ഓട്ടോമാറ്റിക്കലി പ്ലേ ആവും.
എന്തെങ്കിലും ഓഡിയോ കിട്ടോ? ഇത് നോക്കിയേ, ഇതിനകത്ത് ഞാൻ കുറച്ച് സാധനം ഇട്ടിട്ടുണ്ടോ നോക്കിയേ. കുറെ ആട്രിബ്യൂട്ട്സ്, വാല്യൂ ഒന്നും വേണ്ട, ജസ്റ്റ് ആട്രിബ്യൂട്ട്സ് മാത്രമായിട്ട് ഇടാം. ഓക്കെ, അതായത് ആ വീഡിയോക്ക് നോക്കിയേ SRC അതെന്താ? പിന്നെ വിട്ട് നമ്മൾ അതിന്റെ വിട്ട് അഡ്ജസ്റ്റ്, പിക്സലിലാണ് പക്ഷെ പിക്സൽ കൊടുക്കണ്ട. ഓക്കെ, പിന്നെ അടുത്താണ് മ്യൂട്ടഡ് കൺട്രോൾസ് ഓട്ടോ പ്ലേ ലൂപ്പ്. കണ്ടോ? അപ്പൊ ഞാനിവിടെ വീഡിയോ എടുത്തിട്ടിട്ട് ഞാൻ ഈ കൺട്രോൾസ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ എന്തോ ബഗ്ഗാണ്. ഈ വീഡിയോ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇനി കൺട്രോൾസ് കൊടുത്താലേ നമുക്ക് ആ വീഡിയോ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ജസ്റ്റ് ഇതുമ്പോ കാണത്തേ ഉള്ളൂ, ഒന്നും പ്ലേ ആവത്തില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, പക്ഷെ ഓട്ടോ പ്ലേ വർക്ക് ആവണമെങ്കിൽ ഇപ്പം ഓക്കെ പ്ലേ ആവും. കണ്ടോ, പ്ലേ ആവുന്നില്ല. വർക്ക് ആവണമെങ്കിൽ നമ്മുടെ ബ്രൗസേഴ്സിൻ്റെ ഒരു പോളിസി ഉണ്ട്, നമ്മുടെ വീഡിയോ ആണെങ്കിൽ അത് ഓട്ടോ പ്ലേ ആവണമെങ്കിൽ അത് മ്യൂട്ടഡ് ആയിരിക്കണം. ഇപ്പം മ്യൂട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഓട്ടോ പ്ലേ ആയിക്കോളും. ഇനി ഇതിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പ് കൊടുക്കാം. അപ്പൊ അതിനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ആയിരിക്കും. കണ്ടോ, ഓഡിയൻസ് ഓഡിയോ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, ലൂപ്പുകൾ ഓട്ടോ പ്ലേ ഒന്നുമില്ല. ആ ആപ്പിളിന്റെ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ വീഡിയോ ടാഗ.
ചെയ്തോ? ആ ചെയ്തു. വേറൊന്നുണ്ട്. ഇതാണ് iframe. നോക്കിയേ, ഞാൻ ഇവിടെ iframe എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് SRCയിൽ നമ്മുടെ ടെക് പോയിന്റ്സിന്റെ ലിങ്ക് കൊടുത്തു. ടെക് പോയിന്റ്സിന്റെ സൈറ്റ് ഉണ്ട്. കണ്ടോ, ഞാൻ ഇവിടെ iframe കൊടുത്തിട്ട് ഞാൻ എന്നിട്ട് വിട്ട് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ടെക് പോയിന്റ്സിന്റെ സൈറ്റ് എനിക്ക് ഇവിടെ കൊണ്ടുവരാം. അതായത് മറ്റൊരു സൈറ്റ് നമ്മുടെ സൈറ്റിൽ വ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, iframeനകത്ത് ലിങ്ക് കൊടുത്താൽ മതി. കണ്ടോ, ഈ സൈറ്റ് ഇങ്ങനെ കൊണ്ടുവരാം. മനസ്സിലായോ? വേറെ സൈറ്റ് നമുക്ക്, പക്ഷെ എല്ലാ സൈറ്റും ഒന്നും സമ്മതിക്കത്തില്ല. ഞാനിവിടെ കണ്ട് നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് മതി, അതുപോലെ ഗൂഗിളിന്റെ റെഫ്യൂസ് കണക്ട്, അത് അവരവിടെ അതിനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. iframe വർക്ക് ചെയ്യില്ല എന്ന രീതിയിൽ. അപ്പൊ നമ്മൾ iframe വർക്ക് ചെയ്യുന്നപ്പോൾ അല്ലെങ്കിൽ അത് ആ സെറ്റപ്പ് ചെയ്യാത്ത സൈറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇതിനകത്ത് ആ സൈറ്റ് കാണാൻ പറ്റും. മനസ്സിലായോ? മുത്തുവിന്റെ വേറെ ഇത് എടുക്കാൻ തോന്നുന്നു. ഓ, യൂട്യൂബ് ഇവിടെ ബ്ലോക്ക്ഡാ, അതാണ് വർക്ക് ആകാത്തത്. അത് ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് ഫുള്ളി ബ്ലോക്ക് ചെയ്ത്. അത് ഇവര് ഫയർവാൾ ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് ഇവർക്ക് ഇവിടെ സെർവർ ഉണ്ട്, അവിടെ നിന്നാണ് നമുക്കെല്ലാം നെറ്റ് വരുന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ റിക്വസ്റ്റ് പോകത്തില്ല. ചിലപ്പോൾ ആ ഫയർവാൾ ഡൗൺ ആയതായിരിക്കും. അതെനിക്ക് അതിനെന്തെങ്കിലും പ്രശ്നം വരുന്നതായിരിക്കും ആ ഒരു സാധനത്തിന്. ചെയ്യാൻ യൂട്യൂബ് ഓക്കെ. അതെന്താ അറിയാം, എംപ്ലോയീസ് ഒക്കെ ഇരുന്ന് യൂട്യൂബ് ആണ്, മറ്റേ എംപ്ലോയീസ് ഒക്കെ ഉണ്ടല്ലോ, അതും ബ്ലോക്ക് ചെയ്താ. നേരത്തെ ഓണായിരുന്നു. ശരിയാ. ചെയ്തത് ഇപ്പൊ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു പേജിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക്. ആ, ഇപ്പൊ എനിക്കിത് ഈ ടാസ്ക് 7 നിന്ന് ടാസ്ക് 6 പോകണം, ഇതിലേക്ക് പോകണം. എന്ത് ചെയ്യാം, നിനക്കറിയാലോ അത്. ടാഗ് എന്ത് ചെയ്യാ, അല്ലേ വേറൊരു പേജിൽ ഓപ്പൺ ആവണമെങ്കിൽ ഇത് ടാർഗറ്റ് വേറെ പേര് ഓപ്പൺ ആയ കണ്ടോ, നിങ്ങൾക്കറിയില്ല.
ചെയ്യുന്നു ആശ്രമപ്പെട്ട സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ക്രോൾ ചെയ്യുന്ന അത് പൊസിഷൻ നവംബറിന് കൊടുത്തു നവംബറിന് പൊസിഷൻ വർക്ക് ചെയ്തിട്ടുള്ളിൽ എന്റെ വർക്ക് ചെയ്യാതെ റെഡിയായി കണ്ടില്ല ഞാനത് വന്നത്
ഡെയിലി ആക്ഷന്റെ കാര്യം പറയുന്നുണ്ടാവും. പറഞ്ഞോണ്ട് പിന്നെ ചോദിച്ചിട്ടില്ല. പറയേണ്ടി വരുമോ? ഒന്നും ആബ്സെന്റ് ഇവർക്ക് നെറ്റ്വർക്ക് ഇതാ ഇനി 2 ദിവസം ക്ലാസ് ക്ലാസ് മത്സ്യമില്ലേ നിന്റെ ഇതിൽ അതില് അത് സ്ക്രോൾ ചെയ്യണ്ടല്ലോ. കാരണം അത് മാത്രം പൊങ്ങി നോക്കി
ഓക്കെ. അപ്പൊ നമുക്ക് നോഡ് തുടങ്ങാം. നോഡല്ല ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് തുടങ്ങുന്നില്ല, ജസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ആണല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നാളെ എന്തുകൊണ്ട് ഇൻസ്റ്റാൾ എന്ന് പറയാം. ഓക്കെ. നോഡ് ഒന്ന് സെർച്ച് ചെയ്യാം, നോഡ് JS. ഓക്കെ. ഇനി ഇവിടെ വരിക, ഇങ്ങനൊരു പേജ് വന്നോ നോഡിന്റെ. സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ നോഡ് JS റൺ ജാവാസ്ക്രിപ്റ്റ് എവരിവെയർ. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേജ് വന്നോ? ഈ ഡൗൺലോഡ് നോഡ് JS LTS അല്ലേ, അത് വേണ്ട. ഓക്കെ. അതിന് താഴെ കണ്ടോ 1 ന്യൂ ഫീച്ചേഴ്സ് സൂണർ ഗെറ്റ് നോഡ് JS 22.9.0. അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഡൗൺലോഡ് ആവും. ഓക്കെ. ഇൻസ്റ്റാളറാ എന്ത് ചെയ്യുക, അതെടുക്കുക, ഓപ്പൺ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. നോഡ് JS എന്ന് പറയുന്നത് ഒരു പാക്കേജ് ആണ്, ഒരു പ്രോഗ്രാം ആണ്. അതാണ് ആപ്പ് തന്നെ. ഇപ്പൊ നീ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോഡ് JSന്റെ പാക്കേജ് ആണ്. ഇതിന്റെ അകത്ത് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ നോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പോകുന്നത്. ഞാനത് പറയാം. സിക്കകത്ത് ഓട്ടോമാറ്റിക്കലി വേറെ ഒന്നും കൊടുക്കണ്ട. മറ്റേ ഒരു എഗ്രിമെന്റ് വരുമല്ലോ, ഐ എഗ്രി, അത് മാത്രം ടിക്ക് ഇടുക, ബാക്കി എല്ലാം ടെക്സ്റ്റ് അടിച്ചിട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അത് വേണ്ട വേണ്ട വേണ്ട, അത് കുറെ അനാവശ്യമായിട്ടുള്ള ടൂൾസ് ഒക്കെ ഇൻസ്റ്റാൾ ആവും. നീ അത് ചെയ്യണ്ട. അങ്ങനെ അയക്കണമെന്നില്ല. അയക്കണുണ്ട്, അയക്കുന്ന സ്റ്റാർട്ട് ബാറിൽ പോയാൽ കിട്ടും. നമ്മൾ അങ്ങനെയല്ല ചെയ്യാം. നമ്മൾ റൺ ചെയ്യാൻ പോകുന്ന ടെർമിനൽ വഴിയാ.
change it to VOS. എന്തോ? എന്നോടാ ചി? വരാം. Do you want another app to change it to? ആ യെസ് യെസ്. ടെർമിനൽ ചോദിക്കുന്നുണ്ടോ? അല്ല, അത് നമുക്ക് വിൻഡോസിന്റെയും യൂസ് ചെയ്യാം, VS കോഡിന്റെയും യൂസ് ചെയ്യാം. നമ്മൾ VS കോഡ് ചെയ്യാം. അങ്ങനല്ല, ശരിക്കും പറഞ്ഞാല് ആകെ ഒരു ടെർമിനലുള്ളൂ വിൻഡോസിന്റെ. ആ വിൻഡോസിന്റെ ടെർമിനൽ നമുക്ക് ഇങ്ങനെയും കാണാം, VS കോഡിലും കാണാം. ഓ, എഫക്റ്റ് ആവും. ഇൻസ്റ്റാൾ ആയോ? ഇൻസ്റ്റാൾ ആയവര് നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് ഇല്ലേ, ടെർമിനൽ എന്ന് പറയും, അതെടുക്കുക. എന്നിട്ട് നോഡ് -v എന്ന് ടൈപ്പ് ചെയ്യാം. നോഡ് സ്പേസ് -v എന്റർ അടിക്കുക. അപ്പൊ എന്താ കാണിക്കുന്നത് പറഞ്ഞാൽ 22.9.0 എന്ന് വരുന്നുണ്ടോ? -v. അപ്പൊ എന്താണ് ടെർമിനൽ എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. എന്തുകൊണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു? സ്പേസ് -v. എത്ര വന്നേ? ആർക്കെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാൾ ആയെന്ന് ഓർത്താ, ഇൻസ്റ്റാൾ ആയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കിയതാ. ആർക്കെങ്കിലും വരാതുണ്ടോ? ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷമാണേ. ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടില്ല. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ചെയ്യണം. ഒന്നില്ലേ? ആയോ? കിട്ടിയോ? എല്ലാവർക്കും ആയോ? ഇത് മതി. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ആയിരിക്കട്ടെ. അപ്പൊ നാളെ തൊട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ വർക്ക് മറക്കണ്ട, അത് ചെയ്തോണ്ടിരിക്കുക. അതെന്തായിരുന്നു വെക്കാൻ പറഞ്ഞേ? ഈ വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച വെച്ചോ? ഈ വെള്ളിയാഴ്ച മതി. അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച പറയുമ്പോ അടുത്ത മാസം ആവോ? ആണല്ലേ? അപ്പൊ അത് മതി. കാര്യം എല്ലാ മാസവും ഇവിടെ നമ്മുടെ നിങ്ങളുടെ ഈ അസസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അപ്പം അതിന് മുമ്പ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാ. അപ്പം അത് മതിയടാ. തിങ്കളാഴ്ച മതി. അപ്പൊ 30-ാം തീയതി ആവത്തുള്ളൂ. ഓക്കെ. സ്റ്റോപ്പ് ചെയ്യാം. അമ്മയോടെ താമസിക്കുന്ന അവിടെ ഫേസ് എടുത്താ അവിടുത്തെ റെന്റൊക്കെ എത്രയാ? എന്തോ ആണോ? സ്ഥലം എവിടെ? സ്ഥലം വീട് അതെ.